ബേലൂർ മഖനെ പിടിക്കുക എന്ന വലിയ ഭാരിച്ച ദൗത്യമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ആനയാകട്ടെ ഇതാ കേരളം വിട്ടുപോയിരിക്കുന്നു എന്നാണ്. അതിപ്പോൾ കർണാടകയിലെ ഉൾവനങ്ങളിലാണ് ഏകദേശം 1.5 കിലോമീറ്ററെങ്കിലും കേരള അതിർത്തി കടന്ന് ഈ ആന പോയി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങനെയാണ് ഈ ദൗത്യത്തിൻ്റെ മുന്നോട്ട് പോക്കുക എന്നതൊക്കെ വളരെ ആശയക്കുഴപ്പമുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് അരുൺ അമൃതനാഥ് നമ്മളോട് പറയും. അരുൺ, ഈ ആനയെ പിടിക്കാനാണ് ഇത്രയും ദിവസമായി അല്ലേ എത്രയോ പേരടങ്ങുന്ന സംഘം, കർണാടകയുടെ ടാസ്ക് ഫോഴ്സ്, നമ്മുടെ ആളുകൾ, അരുൺ സക്രിയൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഈ ഉൾക്കാട്ടിൽ കയറിപ്പോയ ആനയെ അതിൻ്റെ ട്രാക്കിംഗ് എങ്ങനെയാണ് മുന്നോട്ട് നടക്കുക, അതിനെ പിടിക്കുക എന്നൊരു തീരുമാനം ഇനിയും തുടരേണ്ടതുണ്ടോ? എന്താണ് ആലോചനകൾ വനവകുപ്പിൽ? ഈ ഒരു ഒളിച്ചുകളികൾ ഇങ്ങനെ തുടരുകയാണ്. ഈ ബേലൂർ മഖന ആദ്യ ദിവസം മുതൽ ഇന്ന് 8ാം ദിനമാണ്. ആദ്യ ഞായറാഴ്ച ഉണ്ടായിരുന്നത് ബാവലി മേഖലയിലാണ്. ഇന്ന് ഏകദേശം അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ വീണ്ടും കർണാടക മേഖലയിലേക്ക് പോയിരിക്കുകയാണ്. നാഗർഹോളെ വനമേഖലയാണ്, അങ്ങോട്ടേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആദ്യ ദിനം തന്നെ വനംവകുപ്പ് ട്രാക്ക് ചെയ്യാൻ കുറച്ച് അന്ന് വൈകിയിരുന്നു. പിന്നീട് എല്ലാ ദിവസവും കൃത്യമായി ട്രാക്ക് ചെയ്യുന്നു. അടുത്ത് വരെ എത്തിയപ്പോഴാണ് പിന്നീട് ഡ്രോണിൽ കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു മോഴയാന കൂടെ ഉണ്ടത്. അപ്പോൾ അതിനെ അകറ്റാനുള്ള ശ്രമം തുടങ്ങി. അതിനെ പറ്റിയപ്പോൾ മൂപ്പരനെ അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ. അപ്പോൾ ഈ കുങ്കിയാനകളെ വെച്ചാണ് പ്രതിരോധിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഇനി ബാക്കി എന്നൊരു ചോദ്യം അവിടെ കിടക്കുകയാണ് ഈ മിഷനിൽ. എല്ലാ ദിവസവും സമാനമായ സാഹചര്യം അടുത്തെത്തുന്നു. പക്ഷേ ഈ ആന ഒളിച്ചു കളിക്കുക. ഒരാൾ പൊക്കത്തിലുള്ള ഒരു ഭൂപ്രകൃതി നമ്മൾ പറഞ്ഞിരുന്നു, അടിക്കാടുകളാണ്, അതിനുള്ളിൽ മറിഞ്ഞു നിൽക്കുന്നു, ഏകദേശം കാടിനുള്ളിലേക്ക് പോകുന്നു. ഒരു 10-25 കിലോമീറ്ററോളം നിത്യേന സഞ്ചരിക്കുകയാണ്, ദിവസവും സഞ്ചരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെ തന്നെ നിൽക്കാനാണോ മൂപ്പര മൂട്, അതോ ഇങ്ങോട്ടേക്ക് വരുമോ? അത് തന്നെയാണ് നമുക്ക് അറിയണ്ടേ, വനവകുപ്പിനും അറിയണ്ടേ. അത് ഇനി അടുത്ത ലൊക്കേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് ദിവിഷേട്ടാ നിലവിലുള്ളത്.